വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗമാണ് ബയോളജിയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ശ്വസന വ്യവസ്ഥയെ കുറിച്ച് അത്ര അധികം ചോദ്യങ്ങൾ സാധാരണ കാണാറില്ല. സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ചില ശ്വസന അവയവങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ മത്സ്യത്തിന്റെ ഗിൽസ്, അതുപോലെ തന്നെ എന്താ പറയാ പാറ്റയുടെ ട്രക്കിയ, അതുപോലെ സസ്യങ്ങളുടെ സ്റ്റൊമാറ്റ, അതുപോലെ തന്നെ പിന്നെ ഈ ശ്വാസകോശത്തെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളൊക്കെ ഇല്ലേ, ശ്വാസകോശ അർബുദം, ബ്രോങ്കൈറ്റിസ്, പക്ഷാഘാതം, എംഫീസിമ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ പൊതുവായിട്ട് നമുക്ക് ശ്വാസകോശം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട ചില കാര്യങ്ങൾ, ഇത്രയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പോ ശ്വാസകോശം, ശ്വസന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ശ്വാസകോശം അഥവാ ലങ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ശ്വസന വ്യവസ്ഥയുടെ, നമ്മൾ ശ്വാസകോശം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഈ ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് വിളിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേട്ടോ. ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗം, വ്യവസ്ഥയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം, പ്രധാന ഭാഗം ഏതാണ്? ശ്വാസകോശാണ്. ഏതാണ്? ശ്വാസകോശാണ്. ഈ ശ്വാസകോശത്തിന്റെ പ്രത്യേകത എന്താ അറിയോ മക്കളെ? ശ്വാസകോശത്തിന് എന്തില്ല? പേശികളില്ല. പേശികൾ ഇല്ലാത്ത അവയവമാണ് ഇത്രയും ശ്വാസകോശം. അപ്പോ പേശികൾ ഇല്ലാത്ത അവയവമാണ് എന്ത്? ശ്വാസകോശം. ശ്വാസകോശത്തെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ പൾമണോളജി എന്ന് വിളിക്കുന്നു. ശ്വാസകോശത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? പൾമണോളജി അഥവാ പ്ലൂറോളജി ആണ്. പ്ലൂറോളജി. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പൾമണോളജി അഥവാ പ്ലൂറോളജി ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ശ്വാസകോശം, മനുഷ്യ ശരീരത്തിന്റെ ശ്വസന വ്യവസ്ഥയെ കുറിച്ചാണ് പഠിക്കണേ. ഈ ശ്വസന വ്യവസ്ഥയിൽ ഏതൊക്കെ ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, മൂക്ക് അല്ലെ, മൂക്കില്ലാണ്ട് ശ്വസിക്കാൻ പറ്റില്ല, മൂക്ക്. അതുപോലെ തന്നെ ശ്വാസനാളുണ്ട്, മൂക്ക് അതിൽ പെടും, ശ്വാസനാളം പെടും, പിന്നെ ശ്വസനി പെടും. എന്ത് പെടും? ശ്വസനി പെടും. അതുപോലെ തന്നെ ശ്വാസകോശവും പെടും. എന്താണ്? ശ്വാസകോശങ്ങളും പെടും. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ ഉൾക്കൊള്ളുന്നത്? ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. അപ്പൊ ശ്വസന വ്യവസ്ഥയെ പറയണേ, ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗം ശ്വാസകോശം. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി. പേശികൾ ഇല്ലാത്ത ഭാഗമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസകോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേശികൾ ഇല്ലാത്തതാണ്. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മൂക്ക്, ശ്വാസകോളം, ശ്വസനി, അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾ എന്ന് പറയുന്നത്. ഈ ശ്വാസകോശത്തിനെ സംരക്ഷിക്കുന്നത് ഏതാണ്? ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ആവരണത്തെ നമ്മൾ പ്ലൂറ എന്ന് വിളിക്കുന്നു. ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? പ്ലൂറയാണ്. ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ആവരണത്തെ നമ്മൾ എന്താ വിളിക്കണേ? പ്ലൂറ എന്നാ വിളിക്കണം. ഇനി നമ്മള് ഉള്ളിലേക്ക് എടുക്കില്ലേ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്, വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഉച്ഛ്വാസം എന്ന് വിളിക്കുന്നു കേട്ടോ മക്കളെ. വായു ഉള്ളിലേക്ക് എടുക്കുന്നതിനെ ഉച്ഛ്വാസം എന്നും പുറത്തേക്ക് വിടുന്നതിനെ നമ്മൾ നിശ്വാസം എന്നും പറയുന്നു. പുറത്തേക്ക് വിടുന്നതിനെ നിശ്വാസം. അപ്പൊ ഉള്ളിലേക്ക് എടുക്കുന്നതിനെ ഉച്ഛ്വാസം എന്നും പുറത്തേക്ക് വിടുന്ന പ്രവർത്തനത്തെ നിശ്വാസം എന്ന് പറയുന്നു. ഈ ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ, ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം ശ്വാസകോശത്തിന്റെയാണ്. നമ്മൾ ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗം ശ്വാസകോശം. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം ആൽവിയോലൈകളാണ്. എന്താണ്? ആൽവിയോ ട്ടോ, ആലാണ് കേട്ടോ, ആൽവിയോലൈകളാണ് എന്തിന്റെ? ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം. ഈ ശ്വാസകോശത്തില് വാതക വിനിമയം നടത്തുന്ന വായു അറകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽവിയോലകൾ എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തിലെ വാതക വിനിമയം നടത്തുന്ന വായു അറകളാണ് എന്ത്? ആൽവിയോലൈകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ശ്വാസകോശത്തിന്റെ പട്ടാളം എന്നറിയപ്പെടുന്നത്, ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ മാക്രോഫേജുകളാണ്. എന്താണ്? മാക്രോഫേജുകളാണ്. മാക്രോഫേജിനെ എന്ത് വിളിക്കുന്നു? ശ്വാസകോശ പട്ടാളം എന്ന് വിളിക്കുന്നു. അതെന്താണ്? നമ്മൾ ശ്വസിക്കില്ലേ, ശ്വസിക്കുമ്പോ രോഗാണുക്കളും പൊടിപടലങ്ങളും ഒക്കെ ഉള്ളിലേക്ക് കയറും അല്ലെ. അപ്പൊ ആ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും ഒക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ. അതുകൊണ്ടാണ് ഇവയെ എന്ത് വിളിക്കുന്നത്? ശ്വാസകോശ പട്ടാളം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മള്
ക്ലോമപിതാനം ഇതിന്റെ ഭാഗമാണ്, ശ്വാസകോശത്തിന്റെ ഭാഗമാണ് ക്ലോമപിതാനം എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ചില ആൾക്കാരുടെ ഭക്ഷണം ശ്വാസനാളത്തിൽ കുടുങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗത്തെയാണ് നമ്മൾ ക്ലോമപിതാനം എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ക്ലോമപിതാനം എന്ന് വിളിക്കുന്നു. ഇനി നമ്മുടെ ശ്വസിക്കാനായിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പേശി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഡയഫ്രം ആണ്. എന്താണ് ഡയഫ്രം? ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പേശി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഡയഫ്രം എന്നാണ് പറയാ. ഇനി നമ്മുടെ ശ്വസനത്തിന്റെ നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ സ്പൈറോമീറ്റർ എന്ന് വിളിക്കുന്നു. ശ്വസന നിരക്ക് അളക്കാൻ എന്ത് ഉപയോഗിക്കുന്നു? സ്പൈറോമീറ്റർ ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗം ശ്വാസകോശം, ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ എന്നിവ എല്ലാം അടങ്ങുന്നതാണ് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ. ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ആവരണത്തെ പ്ലൂറ എന്ന് വിളിക്കുന്നു. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ ഉച്ഛ്വാസം എന്നും പുറത്തേക്ക് വിടുന്ന പ്രവർത്തനത്തെ നമ്മൾ നിശ്വാസം എന്നും പറയുന്നു. ഇനി അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണ്? ആൽവിയോലൈകളാണ്. ശ്വാസകോശത്തില് വാതക വിനിമയം നടത്തുന്ന വായു അറകളാണ് എന്ത്? ആൽവിയോലൈകൾ എന്ന് പറയുന്നത്. ഇനി ശ്വാസകോശ പട്ടാളം എന്ന് വിളിക്കുന്നത് മാക്രോഫേജിനെയാണ്. എന്താണ്? ശ്വസനവേളയിൽ രോഗാണുക്കളും പൊടിപടലങ്ങളും ഒക്കെ ചെല്ലും, അതിനെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ എന്ന് അറിയപ്പെടുന്നത്. ശ്വസനത്തിന് സഹായിക്കുന്ന പേശിയാണ് ഡയഫ്രം. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ശ്വാസകോശത്തിന് തകരാറുണ്ടാകുന്നത് പുകവലി മൂലമാണ്. പുകവലിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ പുകവലി മൂലം നമുക്ക് ശ്വാസകോശ അർബുദം ഉണ്ടാകുന്നു. എന്തൊക്കെ ഉണ്ടാവണേ? ശ്വാസകോശത്തിന് എന്തു ബാധിക്കുന്നു? അർബുദം ബാധിക്കുന്നു. ശ്വാസകോശത്തിന് അർബുദം ബാധിക്കും. അതുപോലെ തന്നെ ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ബ്രോങ്കൈറ്റീസ് ഉണ്ടാകുന്നു, പുകവലി മൂലമാണ്. അതുപോലെ തന്നെ എംഫീസിമ ഉണ്ടാകുന്നു. എംഫീസിമ. അടുത്തത് പക്ഷാഘാതം ഉണ്ടാകുന്നു. പക്ഷാഘാതം. അപ്പോ എന്താണ്? പുകവലി മൂലം ഉണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളാണ് നമ്മൾ പറഞ്ഞത്. ശ്വാസകോശ അർബുദം, ബ്രോങ്കൈറ്റീസ്, എംഫീസിമ, പക്ഷാഘാതം. ശ്വാസകോശ അർബുദം, ബ്രോങ്കൈറ്റീസ്, എംഫീസിമ, പക്ഷാഘാതം തുടങ്ങിയവ. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി നമ്മളോട് ചോദിക്കാറുള്ളത് നമ്മുടെ ശ്വസന അവയവങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ മനുഷ്യന്റെ ശ്വസന അവയവം ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ശ്വാസകോശമാണ് മനുഷ്യന്റെ ശ്വസന അവയവം എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ശ്വാസകോശമാണ് മനുഷ്യന്റെ. ഇനി അതുപോലെ തന്നെ പക്ഷികള് ആരുടെയാണ്? പക്ഷികള്, അതുപോലെ തന്നെ സസ്തനികള്, ഉരകങ്ങൾ ഇവയുടെയും ഏത് തന്നെയാണ്? ശ്വാസകോശം തന്നെയാണ്. പക്ഷികൾ, സസ്തനികൾ, ഉരകങ്ങൾ എന്നിവയും ശ്വാസകോശം തന്നെ ഉപയോഗിക്കുന്നു. ഇനി മണ്ണിരയുടെ ശ്വസനാവയവം ഏത് എന്ന് ചോദിച്ചാൽ ത്വക്ക് പറയണം. മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? ത്വക്കാണ്. ഇനി ഷഡ്പദത്തിന്റെ ചോദിച്ചു കഴിഞ്ഞാലോ? ഷഡ്പദത്തിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ട്രക്കിയ പറയും. ഷഡ്പദത്തിന്റെ ശ്വസനാവയവം ഏതാണ്? ട്രക്കിയാണ്. ഷഡ്പദത്തിന്റെ ഏതാണ്? ട്രക്കിയാണ് ഷഡ്പദത്തിന്റെ. ഇനി മത്സ്യത്തിന്റെ ചോദിച്ചു കഴിഞ്ഞാലോ? നമ്മൾ പറയും ഗിൽസ് ആണ്, ശകുലങ്ങൾ എന്ന് പറയും. മത്സ്യത്തിന്റെ ഗിൽസ് അഥവാ ശകുലങ്ങൾ. ഇനി സസ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? സസ്യങ്ങളുടെ സ്റ്റൊമാറ്റയാണ്. ശ്വസനാവയവം ഏതാണ്? സ്റ്റൊമാറ്റയാണ്. ഇനി ചിലന്തിയുടെ എന്താണ്? ചിലന്തിയുടെ, അതുപോലെ തന്നെ തേളിന്റെ, ചിലന്തി, തേള് തുടങ്ങിയവയുടെ ബുക്ക് ലങ്സ് ആണ്. എന്താണ്? ബുക്ക് ലങ്സ്. ചിലന്തി, തേള് തുടങ്ങിയവ ബുക്ക് ലങ്സ് എന്ന് പറയുന്ന അവയവം ഉപയോഗിച്ചിട്ട് ശ്വസിക്കുന്നു. ഇനി അടുത്തത് അമീബ. അമീബയുടെ ഏതാണ്? അമീബ എന്താ ഉപയോഗിക്കണേ? കോശസ്തരം ഉപയോഗിച്ച്. അമീബ കോശസ്തരം ഉപയോഗിക്കുന്നു. അത് ഷഡ്പദത്തിന്റെ പോലെ തന്നെയാണ് ഞാൻ പറയാൻ വിട്ടത്. പാറ്റയുടെയും ട്രക്കിയ തന്നെയാണ്. പാറ്റയുടെ ട്രക്കിയ. ഇനി തവളയുടെ പ്രത്യേകത നോക്കിക്കോളൂ കേട്ടോ. തവള ത്വക്ക് ഉപയോഗിച്ച് ശ്വസിക്കും.
അതുപോലെ തന്നെ ശ്വാസകോശം ഉപയോഗിക്കും, ശ്വാസകോശം. പിന്നെന്താണ്? ശ്ലേഷ്മസ്തരം. എന്താണ്? ശ്ലേഷ്മസ്തരം. ഇത് മൂന്നും ഉപയോഗിക്കും. ത്വക്ക്, ശ്വാസകോശം, ശ്ലേഷ്മസ്തരം. അപ്പൊ മനുഷ്യന്റെയും പക്ഷി, സസ്തനി, ഉരകങ്ങൾ എന്നിവയുടെ ഒക്കെ ശ്വാസകോശമാണ്. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്കാണ്. പാറ്റയുടെയും ഷഡ്പദത്തിന്റെയും ട്രക്കിയാണ്. മത്സ്യത്തിന്റെ ഗിൽസ് ആണ്. സസ്യങ്ങളുടെ സ്റ്റൊമാറ്റയാണ്. ചിലന്തിയുടെയും തേളിന്റെ ഒക്കെ ബുക്ക് ലെങ്സ് ആണ്. അമീബയുടെ കോശസ്തരാണ്. തവള ത്വക്ക് ഉപയോഗിച്ചിട്ടും ശ്വാസകോശം ഉപയോഗിച്ചിട്ടും ശ്ലേഷ്മസ്തരം ഉപയോഗിച്ചും ഒക്കെ ശ്വസിക്കും. അപ്പൊ ഇത്രയാണ് ശ്വസന അവയവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. കോശവുമായി റിലേറ്റഡ് ആയിട്ട്, ശ്വസന വ്യവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അടുത്തത് എന്താണ്? പുകവലി. ഈ പുകവലിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ ശ്വാസകോശത്തെ ബാധിക്കുന്നതും അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ട്, പിന്നെ ഏതൊക്കെ ജീവികളുടെ, ഓരോരോ ജീവികളും ഓരോരോ ശ്വസന അവയവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ശ്വസിക്കുന്നത്, അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.